ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വ്ളോഗർ ജിഷ്ണു 2.0 ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ഒരു മൂവി റിവ്യൂ ഒക്കെ ആയിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. കുറെ നാളായി സിനിമയൊക്കെ കാണാൻ പോയിട്ട് അങ്ങനെ സർവ്വമായി കഴിച്ചു ഗൈസ്. നമ്മൾ ഇപ്പോൾ കഴിക്കാൻ സിനിമക്ക് പോകുന്നത് എക്സാമിന്റെ ടൈമാണ് ഗൈസ്. ഞാൻ മിന്നാൻ കണ്ട സിനിമ കഴിക്കാണ്, എക്സാം ഒക്കെ ആയതുകൊണ്ട് റിവ്യൂ വരാൻ വൈകിയത്. അപ്പോൾ നമുക്ക് നേരെ സിനിമയെ കുറിച്ച് അറിയാം. അപ്പം കണ്ട സിനിമ വെച്ചാൽ ഗൈസ് ആട് 3 കഴിക്കാണ് ഗൈസ്. ജയസൂര്യ നായകനായിട്ട് വന്നൊരു ആട് 3 പറഞ്ഞ സിനിമ കഴിക്കാണ്. മലയാളികൾക്ക് ഭൂരിഭാഗം ആൾക്കാർക്ക് അറിയുന്ന സിനിമ കഴിക്കാണ് ആട് 3. എൻ്റെ അഭിപ്രായം ഈ വീഡിയോയുടെ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് എതിരായി തോന്നുന്നുണ്ടാവും, പക്ഷെ ഇത് എൻ്റെ മാത്രം ഒപ്പീനിയൻ കാണിക്കുകയാണ്. എനിക്ക് സിനിമ ഒരു ആവറേജ് ആയിട്ടാണ് തോന്നിയത് ഗൈസ്. ഒരു ആവറേജ് മൂവി കാണുന്ന ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. അതിനുള്ള റീസൺ വേണ്ടിക്ക് ഞാൻ ഓവർ എക്സ്പെക്ടേഷൻ വെച്ച് കണ്ടുകൊണ്ടേയിരിക്കും ഗൈസ്. ഓവർ എക്സ്പെക്ടേഷൻ വെച്ച് കണ്ടുകൊണ്ടേയിരിക്കും. ഞാൻ ഭയങ്കര എക്സ്പെക്ടേഷനിലായ സിനിമ കാണാൻ പോയത്. കാരണം ആട് 2 ആട് 1 ഒക്കെ കേരളത്തിൽ ഉണ്ടാക്കിയ ഓളം നിങ്ങൾക്ക് അറിയായിരിക്കും. ആട് 3 ആട് 1-നെക്കാട്ടും കിടിലൻ സിനിമേനും ആട് 2 ആട് 2-നെക്കാട്ടും കിടിലൻ സിനിമ ആയിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ പോയ ആട് 3 ആണ്. സിനിമയിൽ അത്യാവശ്യം കോമഡി ഒക്കെ ഉണ്ടെങ്കിലും ഗൈസ് ചില സീൻസ് വർക്കായില്ല. കാര്യം അത് കോമഡി ഇല്ല ഞാൻ പറയില്ല ഗൈസ്. നമുക്ക് പൊട്ടിച്ചിരിക്കാണ് കോമഡി ഉണ്ട്, പക്ഷെ സിനിമയുടെ ലെങ്ത് തന്നെയാണ് പ്രശ്നം എന്ന് ഞാൻ പറയും. എനിക്ക് 2 ബുദ്ധിമുട്ടുണ്ട്. ഒന്ന് ഓവർ എക്സ്പെക്ടേഷൻ പോയി വെച്ച് കാണാൻ പോയോണ്ടായിരിക്കും എനിക്ക് വലിയൊരു വർക്കായില്ല സിനിമ. പിന്നെ ലെങ്ത് ഗൈസ് എനിക്ക് സ്കിപ്പാക്കാൻ തോന്നി ഗൈസ്. അങ്ങനെയായിരുന്നു ചില സീൻസ് ഒക്കെ അനാവശ്യമായിരിക്കുന്ന ലെങ്ത്തിന് വലിച്ചു കിട്ടുന്ന പോലെ തോന്നി ഗൈസ്. ഓവർ ലെങ്ത് ആയിട്ട് എനിക്ക് തോന്നിയേ. ഒന്ന് ഹാഫ് ടൈം കായക്കൂടി തന്നെ വിചാരിച്ചു പോകും ഗൈസ്. ഫസ്റ്റ് ഹാഫ് പറയുകയാണെങ്കിൽ നല്ല ലെങ്ത് ആണ്. വെറുതെ എൻ്റെ എന്താ പറയാ ഉറക്കം വരും ഗൈസ് കുറച്ച് സമയമൊക്കെ. എൻ്റെ ഒപ്പീനിയനാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. കോമഡികളൊക്കെ ഉണ്ട്, അത്യാവശ്യം നല്ല നല്ല കോമഡി ഒക്കെ ഉണ്ട്, പക്ഷെ ലെങ്ത് ഭയങ്കര ലെങ്ത് ആണ് ഫസ്റ്റ് ഹാഫ് ഒക്കെ. പിന്നെയും സെക്കൻഡ് ഹാഫ് വരുമ്പോഴാണ് കുറച്ചും കൂടി മെച്ചപ്പെട്ടത്. കുറച്ചും കൂടി ലെങ്ത് നമുക്ക് കണ്ടിരിക്കാൻ തോന്നുന്നുണ്ട് സെക്കൻഡ് ഹാഫ് വരുമ്പോൾ. പിന്നെ വലിയ കുഴപ്പം വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ ടൈം ട്രാവൽ സിനിമയ്ക്കാണ് അടുത്ത്. അതിനകത്ത് ഇപ്പൊ നമ്മള് ഇങ്ങനെ എന്താ പറയാ, ഇത് ആദ്യ കാലത്തെയും ഇപ്പൊ നടക്കുന്ന കാലത്തെയല്ലേ കേസ് പറയുന്നത്. ഇപ്പൊ നമ്മളിപ്പോ നടക്കുന്ന കാലത്ത് ഇങ്ങനെ ഇപ്പൊ പ്രസന്റ് കാലത്തെ നമ്മളിങ്ങനെ കണ്ടിരിക്കുമ്പോഴേക്കും അപ്പോൾ അതിന്റെ ഇടക്ക് ആദ്യത്തെ കാലത്തെ കൊണ്ടുപോയി വെക്കുക. ആദ്യ കാലത്തെ ഇവരെ കഥ കൊണ്ടുപോയി വെക്കുക അതിന്റെ ഇടക്ക്. അതുകൊണ്ട് കേസ് നമ്മളിപ്പോ ഒരു സാധനത്തിൽ ഫോക്കസ് ആയിട്ട് അതിനകത്ത് ഇങ്ങനെ ഇണങ്ങി വരുമ്പോഴേക്കും നമ്മൾ മറ്റു സാധനം എടുക്കുക. അതൊരു വലിയ ബുദ്ധിമുട്ടായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കോമഡിയെല്ലാം ഉണ്ട്, പക്ഷെ ഈ ലെങ്ത് ഓവർ ലെങ്ത് ആയതുകൊണ്ട് കേസ് കണ്ടിരിക്കാൻ ഒരു ഇതില്ല. ഭയങ്കരമായിട്ട് എന്താണ് ഒരു ഉറക്കൊക്കെ വരുന്ന ആ ഫീല് വരുന്നുണ്ട് കേസ്. വെറുതെ വലിച്ചു നീട്ടുന്ന പോലെ ഒരാവശ്യമില്ലാണ്ട്. അടുത്ത് എനിക്ക് വേണ്ടി മിക്കവാറും ഓവർ എക്സ്പെക്ടേഷൻ വെച്ച് കണ്ടോണ്ടായിരിക്കും. നിങ്ങൾ പോകണ്ടെങ്കിൽ അധികം എക്സ്പെക്ടേഷൻ ഒന്നും വെക്കണ്ട. ഒരു സാധാരണ സിനിമ കാണാൻ പോകുന്ന ഫീല് പോവുക. ഞാനും പോയി അടുത്ത് മറ്റേ മറിച്ചതൊക്കെ കോമഡി ഒക്കെ ഉണ്ട്, പക്ഷെ ആദ്യം 2-നെ വലിയ വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല. കാരണം ആദ്യം 2-ന്റെ അത്ര ക്വാളിറ്റി ഒന്നും ഇല്ല സിനിമക്ക്. കോമഡി ആണെങ്കിലും എന്തായാലും നല്ല ഓരോ ക്യാരക്ടറെ ഓരോ എൻട്രി ഒക്കെ അടിപൊളിയായിരുന്നു. അതിന് സത്യം പറയാലോ, ഓരോ എൻട്രി കഴിക്കും നല്ല അടിപൊളി കഴിക്കായിരുന്നു. സിനിമ ഒരു ആവറേജ് സിനിമ കണ്ടിരിക്കാം. അപ്പൊ എന്തായാലും റിവ്യൂ. ബൈ ബൈ.